ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അങ്ങനെ നമ്മളെ ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരു ലേസർ ഷോ ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുള്ളത് അല്ലേ? യെസ്, നമ്മളൊരു ലൈറ്റ് ഷോ, അതായത് ലേസർ ഷോ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രസാദ് ബ്രോ വന്നിട്ട് ഇന്ന് വന്നിട്ട് ഫുൾ ചുള്ളനായിട്ടാണ് എത്തിയിട്ടുള്ളത്. പ്രസാദ് ബ്രോൻ്റെ ഈ ഒരു ഷർട്ട്സിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ പൊളി. ഇന്നലെ വന്നിട്ട് ഒരു ബ്ലൂ കളർ ഷൂ ഇറക്കി, ഇന്ന് വന്നിട്ട് വേറെ കാണുന്നു ബ്രോ അല്ല? എന്താ പറയേ, പൈസ ഉള്ളവർക്ക് എന്തുവാം. അപ്പോൾ അടുത്തായിട്ട് നമ്മളെ അച്ഛനും അതേപോലെ വിജയാട്ടനും മോളേച്ചിയും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം മേലെ. അപ്പോൾ നമ്മളെ ഈദ് മുബാറക്കിൻ്റെ മുമ്പായിട്ട് നമ്മളെ ഫെസ്റ്റിവൽ പ്ലാസ, ഇവിടെയുള്ള ഈ റൂഫൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് നമ്മളെ ഈ ഒരു ഡിസൈനാണ് ഇങ്ങനെ അലങ്കരിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ മറ്റൊരു റോബോട്ട് ഉണ്ട്. അപ്പോൾ റോബോട്ടിൻ്റെ അടുക്ക നമുക്ക് ഇവിടെയുള്ള ഫെസ്റ്റിവൽ സിറ്റി മോളിലുള്ള എന്ത് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് റോബോട്ട്സ് ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റോബോട്ടിൻ്റെ അടുക്ക ജസ്റ്റ് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ചോദിക്കണം വേണ്ടത്. ഹായ് റോബോ. എടോ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ നമ്മളെ റോബോട്ടിൻ്റെ അടുക്ക് രണ്ട് മലയാളം പറഞ്ഞപ്പോൾ റോബോട്ട് സൈലൻ്റായി, എന്താ പറയുക. അങ്ങനെ നമ്മളെ ഫെസ്റ്റിവൽ സിറ്റി മോളിലുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് നേരെ വന്നിട്ട് നമ്മളെ ഈ ലേസർ ലൈറ്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ലേസർ ഷോ നടക്കുന്നതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അച്ഛനും അവരൊക്കെ വന്നിട്ട് നേരെ മുമ്പിലുണ്ട്. അപ്പോൾ കിഡ്സിനുള്ള ഒറ്റപ്പടി നമ്മളെ ഐൻ ദുബായിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയുള്ള ഒരുപാട് നമ്മളെ ട്രെയിനിങ്, അതേപോലെ തന്നെ ഇങ്ങനെ റോഡ് ഇതിലെ റൺ ചെയ്യുന്ന വണ്ടികൾ അടിക്കും. പറഞ്ഞാൽ ഒരു ബൈസിക്കിൾ ടൈപ്പാണ്, പക്ഷേ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിരിക്കും. നമ്മളെ ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അതാരാ? അയ്യോ, ശ്രീകു അതാരാ? പ്രസാദ് ബ്രോന്റെ ഫ്രണ്ടാണെന്നല്ലോ. ഇമാജിൻ ഇവരാണ് ഇമാജിന്റെ സ്ഥലം. ഇമാജിന്റെ എന്തെന്നാ സംഭവം? ലൈറ്റ് ഷോ. അവര് ആ ടീമാണ് ചെയ്യുന്നുണ്ടാവും അല്ല? ഓക്കെ. 5 മിനിറ്റ് ലെസർ ഷോ ഉണ്ട്. 8 മണി. 8 മണി. അപ്പോൾ സമീപം വന്നിട്ട് ഏതാണ്ട് 7:56 ആയിട്ടുണ്ട്. അപ്പം 8 o'clock. ഇനി ഒരു 4 minutes കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലേസർ ഷോ ഉണ്ടാവുന്നതാണ് അറിഞ്ഞത്. ശ്രീകു ടെസ്ല. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഞങ്ങൾക്ക് ബ്ലാക്ക് മതി. നിങ്ങളെ എടുക്കുന്നത്? അതെ. അവിടെ വന്നിട്ട് ലൈറ്റ്സിനെ കൊണ്ടുള്ള ക്യാമറയൊക്കെ ഉണ്ടോ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മളെ വാട്ടർ ഫൗണ്ടെയിനിലെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. സഡനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ലേസർ ഷോ ചെറുതായിട്ട് തുടങ്ങുന്നതാണ്.
പറയുന്നുണ്ട്. പ്രസാദ് ബ്രോ പിന്നെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ല. ആ റൗണ്ട് മുകളിലേക്ക് പോയാണ്ടിനാ. അങ്ങനെ ഇതാ നമ്മുടെ ഫയർ വർക്സിന് ശേഷം നമ്മളെ ഇവിടെ ടെസ്ലയുടെ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ശ്രീകുടം വന്നിട്ട് ഡിസ്പ്ലേൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളും വന്നിട്ട് നമ്മളെ ടെസ്ലയുടെ ഡിസ്പ്ലേ സെൻറ്ററിൻ്റെ നേരെ ഇൻസൈഡിലേക്കാണ് പോകുന്നത്. Bro, there's a TV at the back. Oh my god, you can watch it. അപ്പോൾ നമ്മളെ ടെസ്ലയുടെ മോഡൽ 3 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ലേക്കിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെ ഇങ്ങനെ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനും വിജയനൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു ഇങ്ങനെ വരുവാണ്. ഞങ്ങളിതാ വന്നിട്ട് ബേ ബൈ സോഷ്യൽ നാട്ടിലുള്ള ഒരു വാക്കിംഗ് ദ കാർണിവൽ. ഇതിലെ ദ വോക്കാണ് അല്ലേ? എന്തുവാ അതല്ലേ? ഓക്കെ നടന്നു പോകേണ്ട ദൂരമുള്ളൂ. തോണി വിളിക്കണം. അതെ. ഇവിടെ കൊള്ളാലോ, കാർണിവൽ ഗെയിംസ്. ശ്രീകു വണ്ടി കൊള്ളാലോ, വണ്ടി കൊള്ളാലോ. അവിടെ എന്താ എന്തുവാ? സാൻഡ് ആർട്ട് അത് പഠിപ്പിക്കുന്നതല്ലേ? പക്ഷെ അവരെ ഫേസ് വരാൻ പാടില്ലല്ലോ. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളെ കിഡ്സിനൊക്കെ വന്നിട്ട് ഫേസ് ആർട്ട് പഠിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഡ്രോയിങ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മളെ ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ ഏരിയ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഒത്തിരി ഫുഡ് കോർട്ട്സ്, പിസ്സ, അതേപോലെ തന്നെ ഷവർമ, ഒത്തിരി സെക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു ലൈറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാം. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഫെസ്റ്റിവൽ സിറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് ചെറിയൊരു ലേസർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റംദാൻ ആക്ടിവിറ്റീസ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മളെ റംദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ തോട് മണക്കുന്നില്ല, തോട് മണക്കുന്നു അല്ലേ? നാട്ടിലുള്ള തോടിന്റെ അതേ മണല്ല. കരിമീൻ പോലത്തെ തോട്. ഇത് റെഡിക്കൊരു കോർണിഷ് വെള്ള ഭാഗമാണല്ലോ ശ്രീകു. ഇത് റെഡിക്കൊരു കോർണിഷ് പോലെ എത്തിയല്ലോ. അല്ല ഈ ഭാഗത്ത് 3 ഭാഗത്തും വെള്ളാണ്. അതെ മനസ്സിലായി. റാഷിദ് ലൈബ്രറി ഇവിടെ നമ്മള് പോകുന്ന അത് ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജ് അത്. യെസ് അങ്ങനെ നമ്മളെ ഫെസ്റ്റിവൽ സിറ്റിയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നേരെ നമ്മളെ ഫെസ്റ്റിവൽ സിറ്റീൻ്റെ മാളിൻ്റെ ഇൻസൈഡിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മളെ ഫെസ്റ്റിവൽ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നേരെ നമ്മളെ പാർക്കിങ്ങിലേക്ക് പോവാണ്.